അങ്ങനെ ആ ദിവസം വന്നെത്തി. നമ്മളിപ്പോൾ ക്ലാക്ടൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഹലോ. ട്രെയിനിലെ അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. കഴിഞ്ഞു. നമ്മൾ ക്ലാക്ടൺ ഓൺ സീ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കയറി. ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ലണ്ടൻ ലിവർപൂൾ സ്ട്രീറ്റിലേക്ക്. അവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, എലിസബത്ത് ലൈൻ എന്ന് പറയുന്ന ലൈനിൽ കയറിയിട്ട് ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഹീത്രൂ ടെർമിനൽ 4-ലെത്തും. ടെർമിനൽ 4 ആണ് നമ്മുടെ ഡിപ്പാർച്ചർ സ്ഥലം. ട്രെയിനിൽ ഒട്ടും തിരക്കില്ല കേട്ടോ. ഇതേ നമ്മുടെ ലഗേജൊക്കെയാണ് ഈ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരാളുടെ ഒരു പാസഞ്ചറിൻ്റെ ഒരു സൈക്കിളും വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒട്ടും തിരക്കില്ല, വീക്ക് ഡേ ആയതുകൊണ്ട്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബാഗിൻ്റെ ലോക്ക് മറന്നുപോയി എങ്ങനെയാന്നുള്ളത്. മറ്റേ നമ്പർ ലോക്കായിരുന്നു. ഇത് കണ്ടോ? ഇത് ഓപ്പൺ ആവണില്ല. ഇത് ലോക്കിന്റെ നമ്പർ ഏതാന്ന് പറഞ്ഞില്ല. ഇത് നമ്പർ ഏതാന്ന് മറന്നുപോയി. അപ്പൊ നമ്മൾ ഓരോ നമ്പർ വെച്ച് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തലവേദന എടുക്കും. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഹീത്രൂ ചെന്നിട്ട് എന്തെങ്കിലും ചെറിയ ലോക്ക് വാങ്ങാൻ പറ്റുമോ നോക്കണം. ഇതേ നമ്മൾ ലിവർപൂൾ സ്റ്റേഷനിലെത്തി കേട്ടോ. നമ്മളിപ്പോൾ ടെർമിനൽ 4-ലോട്ട് കയറാനായിട്ട് നമ്മുടെ ലണ്ടൻ ലിവർപൂൾ സ്ട്രീറ്റിൽ ഇറങ്ങി എലിസബത്ത് ലൈനിലെത്തി. ഇതേ വെയിറ്റ് ചെയ്യണം. ആ കാണുന്ന രണ്ടാമത്തെ ട്രെയിനാണ് നമ്മുടെ. 6 മിനിറ്റ് ഉണ്ട് വെയിറ്റിംഗ് ടൈം. നമ്മൾ എലിസബത്ത് ലൈനിൽ കയറി ഹീത്രൂ ടെർമിനൽ 4-ലോട്ടുള്ള യാത്രയിലാണ്. ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ചെക്കിൻ ചെയ്യാനായിട്ട് ആദ്യം ചെന്നപ്പോൾ തന്നെ അവിടെ ചെക്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നേച്ചൊരു പെണ്ണൊരു സുഖം ഉണ്ടായില്ല. കസ്റ്റമർ സർവീസ് വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാം. രണ്ടാമത് കാണിച്ച പുള്ളിക്കാരത്തിയാണെങ്കിലും ഒട്ടും സ്മൈലിംഗ് ഒന്നും അല്ലായിരുന്നു. ഇങ്ങനത്തെ കാരണങ്ങളുള്ളതുകൊണ്ടൊക്കെയായിരിക്കും നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടി പൈസ കൊടുത്ത് എമിറേറ്റ്സൊക്കെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എമിറേറ്റ്സിലൊക്കെ നല്ല സർവീസാണ്. അതുമാത്രം ഒരു കല്ലുകടിയായി. പക്ഷേ ഇനി ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ കുഴപ്പമില്ല. ചെക്കിൻ്റെ സമയത്ത് മറ്റേ ലിക്വിഡ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ത്രൂ ആയി. ഇപ്പോൾ ഞങ്ങളിതേ ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. മറ്റേ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലോട്ട് നമ്മളിപ്പോൾ പോകാൻ പോവാണ്. 2 ബോട്ടിൽ വാങ്ങണം. നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. 3 ലക്ഷത്തി സംതിങ് വരും. അറൗണ്ട് 4 ലക്ഷം വരും. ഇത് 5 ലക്ഷത്തിന് മാക്കലൻ. അമ്പോ എന്താണ് ഇത്! 4 ലക്ഷം 30,000 പൗണ്ട്. അപ്പോൾ ഡാൽമോറിന് 28 വർഷത്തെ 43 ഇയേഴ്സും ഉണ്ട് കേട്ടോ. ഏജ്ഡ് 43 ആൻഡ് 28 ഇയേഴ്സും ഉണ്ട്. 30,000 പൗണ്ട്സ്. വാവ്. ഇത് മാക്കലൻ 7,000 പൗണ്ട്സ്. എൻ്റെ അമ്മച്ചി, എന്താ സാധനം! അബർഫേൽ ഡീപാൻഡൈൻസ്. ഇതൊക്കെ റെയർ പീസാണ്, അത് അത്രയും പ്രൈസ്. ഇതാണ് വേൾഡ് ഡ്യൂട്ടി ഫ്രീ നമ്മുടെ ഹീത്രൂവിൻ്റെ അവിടെ ഉള്ള. 39 pounds Jack Daniels 2 liters. ഇത് ഐലൻഡ് ഗ്രീൻ. എന്താ കളർ! ബ്ലൂ ലേബൽ 200 പൗണ്ട്സിൻ്റെ അടുത്തുണ്ട്. ഇത് ബ്ലാക്ക് ലേബൽ 32 പൗണ്ട്സ്. ഡബിൾ ബ്ലാക്ക് 32 പൗണ്ട്. ഇത് പുതിയ എഡിഷൻ കേട്ടോ, ബ്ലാക്ക് റൂബി. അത് 43.99. റെഡ് ലേബിലാണ് ഏറ്റവും കുറവ്, 22 പൗണ്ട്സിൻ്റെ അടുത്തുണ്ട്. ഇത് ട്വിൻ പാക്കിൻ്റെ ഓഫറാണ്. ജോണി വാക്കറിൻ്റെ ഡബിൾ ബ്ലാക്ക് ബ്ലെൻഡഡ് വിസ്കി 53.90. 2 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ 1 ലിറ്ററിൻ്റെ. അത്യാവശ്യം നല്ലൊരു സേവിങ്സ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫേമസ് ക്രൗസിൻ്റെ 2 എണ്ണം 24 പൗണ്ടുള്ളൂ കേട്ടോ. അത് അത്യാവശ്യം നല്ല സേവിങ്സ് ഉണ്ടല്ലോ. അത് ഇതാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം. റെമി മാർട്ടിൻ്റെ 1 ലിറ്റർ 51
£38. ഇത് വാങ്ങണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. അതിന് പകരം വേറെ 2 വാങ്ങിയാലോ എന്നുള്ള തോട്ട് പ്രോസസ്സിൽ കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇത് റെമി മാർട്ടിൻ്റെ കോണിയാക്ക്, £205. ഇതെല്ലാം ക്യാപ്റ്റൻ മോർഗൻ റമ്മാണ്. ക്യാപ്റ്റൻ മോർഗൻ. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിച്ച് വാങ്ങുന്ന സാധനം ഇതാണ്. റോക്കു 1 ലിറ്റർ, £24.73. ജാപ്പനീസ് വിസ്കിയാണ്. ഇത് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഇത് ഫ്ലോറൽ നോട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മളിത് വാങ്ങുവാണ്. ഓക്കെ, പിന്നെ നമ്മൾ വാങ്ങുന്നത് ബാലൻറ്റൈൻസ് ആണ് കേട്ടോ. ബാലൻറ്റൈൻസ് 1 ലിറ്റർ, 1889. നമ്മൾ ഓൾറെഡി വാങ്ങിച്ച ബർഫീൽഡ് ഇതേ ഇവിടെയുണ്ട് കേട്ടോ. ഹൈലാൻഡ് സിംഗിൾ മോൾട്ട് വിസ്കി. സോ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചത് നന്നായി. എന്തായാലും നമ്മൾ വാങ്ങിച്ചതിനായിരുന്നു വിലക്കുറവ്. വില എന്തായിരുന്നു ഞാൻ പറയില്ല. എൻ്റെ അമ്മേ, ഞങ്ങൾ വിശന്ന് വലഞ്ഞു. പ്രറ്റിൽ വന്നു. പ്രറ്റ് എമാങ്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ടു ഈറ്റ് എന്നാണ് ഫ്രഞ്ചിലർത്ഥം. പ്രറ്റ് എമാങ്കർ ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. എയർപോർട്ടിൽ ഡബിൾ റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഡബിൾ റേറ്റ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും നമ്മുടെ വിചാരം. പക്ഷേ ഇവിടെ എന്തോ അഫോർഡബിളാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്യാപ്പി കുടിക്കാം. പിന്നെ ഒരു റോള് വാങ്ങി പ്രറ്റിന്ന് തന്നെ, സ്വീഡിഷ് മീറ്റ് ബോൾ ഹോട്ട് റാപ്പ്. ചൂടായിട്ടേ എന്തെങ്കിലും കഴിക്കാമെന്ന് എഴുതിയിട്ട് വാങ്ങിച്ചതാണ്. കുറേ നേരം അതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞ് നടക്കുന്നു. നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഒന്നിനും കൊള്ളൂല. നാട്ടിലെത്തിയിട്ട് വേണം നല്ല കുത്തരി ചോറും മീൻകറിയും അവിയൽ തോരൻ പൊളിയായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. ഇനി പറ്റുമെങ്കിൽ വേണ്ടി എടുക്കാം, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ. നമ്മളങ്ങനെ ബോർഡിങ് കഴിഞ്ഞു. നേരെ നടക്കുവാണ്. ഞാൻ ഇവനെ പിടിച്ചുകൊണ്ട് നടക്കണേ. A380 എയർ ബസിൻ്റെ A380 എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കുറച്ചും കൂടി ഡബിൾ ഡെക്കറിലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയുള്ള ഫ്ലൈറ്റ് A380 ആണ്. കുറച്ച് ഭീമാകാരമായിട്ടുള്ള ലുക്കാണ്. നമുക്ക് അതിൻ്റെ ഔട്ട് സൈഡ് ഇതുവരെ കണ്ടിട്ടില്ല. ലെറ്റ്സ് സീ. ഫ്ലൈറ്റ്, അയ്യോ ഫ്ലൈറ്റ് കാണാൻ പറ്റിയില്ല. നേരെ ഫ്ലൈറ്റിലോട്ട് നമ്മൾ കയറണം. ആ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഹാരിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി പാസിൽ കൂടി നമ്മൾ നേരെ ഫസ്റ്റ് ഒന്ന് കയറി. അത് കാരണം ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. പിന്നെന്താ, ഈ അകവും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ അബുദാബി UK കമ്പയർ ചെയ്യുമ്പോൾ 3.5 hours മുന്നിലോട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ അബുദാബി ടൈമിൽ ഒരു 7:45, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും. എന്നിട്ട് ഒരു 50 മിനിറ്റ് നമുക്ക് ലേ ഓവർ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് റെഡിയാവും. എന്നിട്ട് നേരെ കൊച്ചി അറൗണ്ട് 2:15 അതാണ് ടൈം. ഉച്ചയ്ക്ക് 2:15 അവിടെ എത്തും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ. ഫ്രണ്ടിൽ തന്നെ ഇതേ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. നമുക്ക് മൂവീസ്, മലയാളം മൂവീസ് ഏതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മറ്റേ ക്യാമറ, ഡെസ്റ്റിനേഷൻ പരിപാടികളൊക്കെ ഒന്ന് നോക്കണം. ആൾക്കാർ ഇപ്പോഴും ഓൺ ബോർഡിങ് ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സീറ്റിൽ വെച്ചിരുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇതേ ഒരു ഹാൻഡ് വാഷോ എന്തത് ഹാൻഡ് ക്രീം ലാവൻഡറിൻ്റെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു മറ്റേ ഇയർ പ്ലഗ് ഉണ്ട്, ചെവി വേദന അല്ലെങ്കിൽ ഒച്ചയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂഷ്വൽ
നമ്മുടെ ബ്ലാങ്കറ്റ്, അത് എത്തിഹാദിൻ്റെ ആ കളർ കോഡാണ്, ബ്രൗൺ കളർ. പിന്നെ ഒരു പില്ലോ. പിന്നെ ഇവിടെ ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഹെഡ്സെറ്റ്. എന്തായാലും നമ്മൾ ഉറങ്ങാനുള്ള പ്ലാനിലാണ്, അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതേ തൊട്ടപ്പുറത്ത് സൗദിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. സൗദിയുടെ ഫ്ലൈറ്റ് ഇതേ അവിടെ ഓൺ ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പാസിൽ കൂടി അകത്ത് കയറാം. ഇതുപോലത്തെ ഗുഡീസൊക്കെ വരും, ഇതുപോലത്തെ ഗുഡീസൊക്കെ അവർ തരും. ഇതിനകത്ത് കേട്ടോ ഈ ചെറിയൊരു ബോട്ടിൽ സൂപ്പർമാൻ, മാർവൽസ് മൊത്തം, ബാറ്റ്മാൻ അവരൊക്കെ, പിന്നെ ക്രയോൺസ് കളിക്കാൻ പിള്ളേർക്ക്. എന്തായാലും ഹാരിയും കിടന്ന് ഉറങ്ങി, അത് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം. നമുക്ക് കൊണ്ടുപോകാൻ തോന്നും, സ്വന്തമായിട്ട് എടുക്കാൻ തോന്നും. ലെറ്റ്സ് സീ. നമുക്ക് എന്തായാലും ഫുഡ് വരും. ചെറിയ ആൽക്കഹോളോ എന്തെങ്കിലുമൊക്കെ അടിച്ച്, ഫുഡൊക്കെ കടിച്ച് നമുക്ക് കിടക്കാം. വരട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഞാനൊരു പ്രൊസക്കോ ഓർഡർ ചെയ്തു. പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബണ്ണുണ്ട്, അതിൽ തേച്ച് പിടിപ്പിക്കാൻ ബട്ടറുണ്ട് 2 പിന്നെ ഇത് സ്റ്റീലിൻ്റെ കട്ട്ലറി കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് നോൺ വെജാണ്, ചിക്കൻ ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോ. അപ്പോൾ ഇത് പിന്നെ മാംഗോയുടെ ജ്യൂസും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. രാവിലെയായി, നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉറക്കമായിരുന്നു. ചായയും പിസയും കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിതേ അബുദാബി എത്താറായി എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അബുദാബി എത്തി. നമ്മുടെ 2ാമത്തെ ഫ്ലൈറ്റിൽ കയറി ഇരിപ്പാണ്. നമുക്ക് ട്രാൻസ്ഫർ ടൈം വെറും 50 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാൻഡ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിപ്പിടച്ച് അബുദാബിയുടെ അകത്തുകൂടി ചാടിക്കിറങ്ങി ഈ ഫ്ലൈറ്റിലെത്തി. ഇതൊരു കുഞ്ഞു ഫ്ലൈറ്റാണ്. ഇത് എത്തിഹാദ് എയർവേസ് ആയതുകൊണ്ടാണ് അബുദാബിയിൽ ലേവർ വന്നത്. കാരണം ഓരോ എയർവേസിനും അവരുടേതായ ഹോം എയർപോർട്ട് ഉണ്ടാവും. ഇപ്പോൾ എമിറേറ്റ്സ് ആയിരുന്നെങ്കിൽ ദുബായ് ആയിരിക്കും. ഇപ്പോൾ എത്തിഹാദ് ആയതുകൊണ്ട് അബുദാബി. ഇപ്പോൾ UAE എന്ന് പറയുന്നത് ഈ പറയുന്ന 7 എമിറേറ്റ്സ് കൂടി ചേരുന്നതാണ്. UAE, ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഖുമൽ ഖൊയൻ, അത് മറന്നു, ഖുമൽ ഖൊയൻ, അങ്ങനെ എന്തോ ഒരു എമിറേറ്റ് കൂടി ഉണ്ട്. അങ്ങനെ 7 എമിറേറ്റ്സ് കൂടി ചേരുന്നതാണ് UAE. അപ്പോൾ UAEയുടെ 2 മെയിൻ എയർവേസ് ആണ് ഈ പറഞ്ഞ എമിറേറ്റ്സും എത്തിഹാദും. അപ്പോൾ അങ്ങനെ അബുദാബി നഗരത്തിൻ്റെ ഒരു ആകാശ ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു സാൻഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അറ്റ്മോസ്ഫിയർ മൊത്തം ഒരു പുകപടലം പോലെ, ഒരു സാൻഡി പുകപടലം അല്ലെങ്കിൽ മണൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മൊത്തം പച്ചപ്പും പുഴയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അബുദാബിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറും 5 മിനിറ്റുമാണ് ട്രാവലിംഗ് ടൈം ടു കൊച്ചി. ഇത്ര നേരം മുഴുവൻ കാർമേഘമായിരുന്നു. ഇപ്പോൾ ഏകദേശം ആകാശം തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ജിയോഗ്രഫി കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. ആഹാ, ഇതാണ് വ്യൂ. ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ മുടക്കി ഈ ഒരു വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തത്. പ്ലെയിൻ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ് എയർപോർട്ടിലേക്ക്, നമ്മുടെ കൊച്ചി എയർപോർട്ടിലോട്ട്. എനിക്കൊന്ന് പ്രവാസിയായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് കുളിർക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈനലി നാട്ടിലെത്തി. 3 വർഷങ്ങൾക്ക് ശേഷം. മുന്നിലൊരു ആനയുണ്ട്, കാണിച്ചു തരാം. ടച്ച് ഡൗൺ കൊച്ചി എയർപോർട്ട്. അങ്ങനെ ബാഗേജ് ക്ലെയിം ചെയ്തു. പ്രാം ഒന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ത്? കാത്തിരുന്ന് മുഷിച്ച ഇല്ല. എത്ര നേരം വന്നിട്ട്?
അതൊക്കെ വാങ്ങി ഡാഡി വാങ്ങുന്നില്ല. ഡാഡി വീട്ടിലേക്ക് നമുക്ക് എടുക്കണം. അപ്പൊ നമ്മൾ നാട്ടിലെത്തി. നല്ല മഴയായിരുന്നു. ആകെക്കൂടി ഒരു കുളിർമ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ, ലാൻഡ് ചെയ്യാൻ നേരത്തുള്ള പച്ചപ്പ് കാണലായിരുന്നു. പിന്നെ അബുദാബിന്ന് നമ്മുടെ കൊച്ചിയിലോട്ടുള്ള യാത്ര കുറച്ച് മുഷിലായിരുന്നു. ഈ പൈലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലണ്ടനിൽ നിന്ന് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി, 7 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിലും. എനിവേ ആകെ മൊത്തത്തിലൊരു കുൽസിലയും ഇല്ലായ്മയാണ് തലയിൽ മൊത്തം. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ബാക്കി വീട്ടിൽ ചെന്നിട്ട് നാളെ മുതൽ